മാനന്തവാടി താഴങ്ങാടിയിൽ വാൾനട്ട് ബേക്കറിക്ക് എതിർവശത്തുള്ള വയലിൽ ആനയുണ്ട് എന്നാണ് ആ കോളിൽ പറഞ്ഞത്. എവിടെ ആന ചേട്ടൻ കണ്ടോ? എവിടെയുള്ളത്? ഇവിടെ തന്നെ. അതായത് താഴങ്ങാടിന്റെ ഇപ്പുറത്തെ വയൽ. എങ്ങോട്ട് അവരെ ഓടിച്ചോണ്ടിരിക്കുക? ഈ ഭാഗത്തേക്ക് ആനയെ ഓടിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്തിരിഞ്ഞത് നേരത്തെ. ഇപ്പോൾ ഈ റോഡ് ചെന്നെത്തുന്ന ഈ ഇപ്പുറത്തൊരു വയൽ പോലത്തെ സ്ഥലം കാണാം. ഈ വയലിലേക്ക് ആനയെ ഓടിച്ചിറക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത് എന്നാണ് അല്പസമയം മുമ്പ് പോലീസ് പറഞ്ഞത്. ഏതാണ്ട് ഒരു 200 മീറ്റർ അപ്പുറത്താണ് ഈ വാൾനട്ട് ബേക്കറിയുടെ തൊട്ട് മുന്നിലുള്ള വയലെന്ന് പറയുന്നത്. അവിടെയാണ് നിലവിൽ ആന ഉള്ളത് എന്ന് പറയുന്നു. പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. ഇവിടെയാണ് ടൗണിനടുത്ത് ഏറ്റവും ഒഴിഞ്ഞ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ വയലാണ്. അതുകൊണ്ട് തന്നെ ആനയെ ഇങ്ങോട്ട് ഓടിച്ചിറക്കാനാണ് ശ്രമിക്കുന്നത്. ദൂരമൊന്നും പോകണ്ട, സേഫ് ആയിട്ട് ഇരിക്കണം. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ റേഡിയോ കോളർ വെച്ച ആനയാണ്. ആന ഏത് രീതിയിൽ പ്രതികരിക്കുന്നത് നമുക്കറിയില്ല. വളരെ സേഫ് ആയിട്ടിരിക്കുക. ദൃശ്യങ്ങളെക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ആരോഗ്യം സുരക്ഷയൊക്കെയാണ് പ്രധാനം. കഴിയുന്നത്ര ദൂരം മാത്രം പോയാൽ മതി. ഒരുപാട് ദൂരം പോയി സേഫ് ആയിട്ട് നിൽക്കോ. സേതു സേഫായി തന്നെയാണ് ഇപ്പോൾ നിലയുറപ്പിക്കുന്നത്. രാവിലെ പക്ഷേ ഞാൻ ആ സമയത്ത് മൊബൈൽ ഫോണുമായി ആനയുടെ തൊട്ടടുത്തായിരുന്നു. മാനന്തവാടി കോടതിയുടെ മുൻവശത്ത് നിന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ആന ഏതാണ്ട് വളരെ അടുത്തെത്തിയിരുന്നു. ആ സമയത്താണ് കോടതി മുറിയിലേക്ക് ഓടിക്കയറേണ്ടി വന്നത്. എന്തായാലും ആന ഇതുവരെ അക്രമ സ്വഭാവം ഒന്നും കാണിച്ചിട്ടില്ല. ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് നമുക്ക് ഈ സമയത്ത് കേൾക്കാം. മാനന്തവാടി എടവക ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ആ മൈക്ക് അനൗൺസ്മെന്റ് പോകുന്നത്. അതിൽ പറയുന്നത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആളുകൾ സുരക്ഷിതമായി വീട്ടിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്ഥലത്ത് സുരക്ഷിതമായി ഇരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ഇതിലെ ഈ ഭാഗത്തേക്ക് ആനയെ ഓടിക്കാനാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ എടവക പഞ്ചായത്തിലാണ് രാവിലെ ആദ്യം ആനയുടെ സാന്നിധ്യം ഉണ്ടായത്. മാനന്തവാടി ഗവൺമെന്റ് കോളേജിനൊക്കെ അടുത്തുള്ള പായോട് എന്ന സ്ഥലത്താണ് ആനയുണ്ടായത്. അവിടെ നിന്നാണ് ആന ഈ നഗരഭാഗത്തേക്ക് നീങ്ങിയത്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിലാണ് KSRTC ബസ് സ്റ്റേഷൻ. ആ വഴിക്കാണ് ആന വന്നത്. അതിനുശേഷം ഈ വനം വകുപ്പിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അതിന്റെ മുറ്റത്ത് നിലയുറപ്പിച്ചു. വീണ്ടും കോള് വരുന്നുണ്ട്. എന്താണെങ്കിലും